ഞാനുള്ളത് മൂർക്കനാട് AEM AUP സ്കൂളിലാണ്. വിദ്യാലയങ്ങളൊക്കെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ ഈ സ്കൂളിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ കുട്ടികളെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൂടി പഠിപ്പിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ LED ലാമ്പ് ഈ സ്കൂളിലെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്നതാണ്. ഇത് സ്കൂൾ ഉപയോഗത്തിന് മാത്രമല്ല, പുറത്ത് വിപണിയിൽ ലഭിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് അവർ ഈ ഒരു നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളോടൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മോളെ, എന്തൊക്കെയാണ് ഇപ്പോൾ ഇത് ഡിഫ്യൂസർ, ഇത് ബോഡി, ഇത് മെറ്റൽ ഹോൾഡർ, ഇത് അതിൻ്റെ സ്ക്രൂ, ഇത് LED പാനൽ, ഇത് കേബിൾ. എങ്ങനെയാ ഇത് ഉണ്ടാക്കുക? അത് ഈ രണ്ട് ഇത് ഇതിൽ കയറ്റിയിട്ട് ഇത് ഇങ്ങനെ ഇതിലിടുക, എന്നിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക, വിടർത്തിയിട്ട് ഇത് ഈ ഹോളുകളുടെ ഉള്ളിലൂടെ കയറ്റുക. മെറ്റൽ ഹോൾഡർ ഉള്ളിൽ കൂടെ വെക്കുന്നു അല്ലേ? എന്നിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യും. പിന്നെ അത് ലോക്ക് ചെയ്യണ്ടേ? എങ്ങനെ ലോക്ക് ചെയ്യാം? ലോക്ക് ചെയ്യാൻ ആ സാധനത്തിൽ വെച്ച് ലോക്ക് ചെയ്യും. അതിനുശേഷം ഇത് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞു? എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചത്? അത് അന്ന് മാഷ് വന്നപ്പോൾ തന്നെ പഠിച്ചു. അന്ന് മാസം. ഇപ്പം എന്താ ഇത് ആദ്യം ക്ലാസ്സിൽ വന്നിട്ട് ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ വരാനാണോ പറഞ്ഞ്? അപ്പോൾ മോള് വന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, വിൽക്കണം. വിറ്റാൽ കിട്ടൂല്ലേ? എന്താണ് നമുക്ക് ഇവിടുത്തെ അധ്യാപകരും ഒക്കെ ചേരുന്നുണ്ട്. ഇവരുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്ത സ്കൂൾ കൂടിയാണ്. മുമ്പ് നമ്മൾ കോവിഡ് കാലത്തൊക്കെ AI ആദ്യകാല രൂപങ്ങൾ ഉപയോഗിച്ച് പഠനം നടത്തിയിരുന്നൊരു ചരിത്രം ഇവർക്കുണ്ട്. അതിന് പുറമെ റോബോട്ട് ഉണ്ടാക്കിയ ചരിത്രമുണ്ട്. ശ്യാം മാഷ്, ഹെഡ് മിസ്റ്റേഴ്സ് ഒക്കെ ചേരുന്നുണ്ട്. പക്ഷേ എല്ലാ തവണയും ഓരോ പുതിയ സംരംഭങ്ങളായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. എന്താണ് ഈ ഒരു LED ലാമ്പ് പദ്ധതിയുടെ ഒരു ഇത് നമ്മൾ ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ട് കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3-4 പരിപാടികൾ ചെയ്തു. കുട നിർമ്മാണം, അങ്ങനെ കൂൺ കൃഷി, കുട്ടികൾക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുക, അവർക്ക് സെൽഫ് അച്ചീവ്മെൻറ്റ് ഉണ്ടാക്കുക, പിന്നെ ഒരു സൈഡ് ആയിട്ട് അവർക്കൊരു ഇൻകം വരിക. അപ്പോൾ എല്ലാവരും എൻ്റർപ്രണറാണല്ലോ, സംരംഭകരാണ്. അപ്പോൾ അവർക്കും ഈ ചെറുപ്പകാലത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേറെ രീതിയിൽ, അതും രക്ഷിതാക്കളെ സഹായിച്ചുകൊണ്ട് ചെയ്യാന്നുള്ള രീതി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിച്ചേർന്നത്. അപ്പോൾ അതൊരു എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൊരു അവാർഡി വിന്നർ സാറിനെ കൊടുത്ത് ഞങ്ങൾ ക്ലാസ് എടുപ്പിച്ചു. പിന്നെ അധ്യാപകരൊക്കെ അതിന് പരിശീലനം കൊടുത്ത്, പിന്നെ ഞങ്ങൾ ബൾക്കായിട്ട് പൂനെയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ സാധനങ്ങൾ ആദ്യം ഒരു 10-30 കുട്ടികളെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഞങ്ങൾ പഞ്ചായത്ത് ബോർഡിലൊക്കെ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർഡറുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം കുട്ടികൾ ആദ്യം പൈസ തന്നു. നമുക്കൊരു 20 രൂപ, ഒരു 40% ഉണ്ടാക്കുന്ന ആൾക്കും 60% കോസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ആദ്യം കുട്ടികൾ തന്നെ തരിക ചെയ്ത്. ഇപ്പോൾ നമ്മളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കുട്ടികൾ ഉണ്ടാക്കി അവർക്ക് കുറച്ച് പൈസ, പിന്നെ കുറച്ച് ഞങ്ങൾ പെയിനെ പാലിയേറ്റീവ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട്. ഇതിന്ന് ഒരു കുട്ടിക്ക് എത്ര രൂപ? ഒരു കുട്ടിക്ക് എങ്ങനെയാലും 20 രൂപയുടെ അടുത്ത് കിട്ടും. വിപണിയിൽ എത്ര രൂപ? വിപണിയിൽ 50 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അത് എങ്ങനെയാ ഇവിടെ അടുത്തുള്ള കടകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഗ്രാമസഭയിലൂടെ പഞ്ചായത്ത് മെമ്പർ മുഖേന അങ്ങനെ എത്തിക്കുകയാണ് ഇപ്പോൾ വേണ്ട ആളുകൾക്ക്. കുട്ടികൾക്ക് സന്തോഷമായിരിക്കും. കുട്ടികൾക്ക് സന്തോഷമാണ്. എളുപ്പത്തിൽ ചെയ്യാൻ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ചെയ്യാം. ടീച്ചർ ചേരുന്നുണ്ട്. ടീച്ചറെ, സത്യം പറഞ്ഞാൽ സ്കൂളിലെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയാണല്ലോ ഇവർക്ക് ഊർജ്ജമാവുന്നത്. എങ്ങനെയാണ് ഇതൊരു ഇന്നോവേറ്റീവ് ആശയമാണെന്ന് തോന്നിയത്? അതെ, വെക്കേഷനാണ് ഞങ്ങളിത് തുടങ്ങിയത്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ചുരുങ്ങിയൊരു മൂലധനം ഇതിന് വേണ്ടി വന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് നല്ലൊരു ജനങ്ങൾക്ക് ഞങ്ങളെ ചുറ്റുപാടനുസരിച്ച് നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു മൂലധനത്തിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. നല്ലൊരു പ്രവർത്തനമായി തോന്നി. അന്ന് വെക്കേഷന് കുട്ടികൾ താല്പര്യമുള്ള കുട്ടികളാണ് ആദ്യം അതിന് റെഡിയായി വന്നത്. പിന്നെ അത് കണ്ടപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് കൂടുതലായി കുട്ടികൾ വരുന്നുണ്ട്. നല്ലൊരു ഡിമാൻഡ് ആയി വരുന്നു. ഞങ്ങളിങ്ങനെ ഗ്രാമസഭയിലൊക്കെ പറഞ്ഞ് പിന്നെ പാലിയേറ്റീവിന് കൊടുക്കാന്നുള്ള അങ്ങനെ ഒരു രീതിയുണ്ട്. പഠന സമയത്തെ ബാധിക്കാതെ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? വർക്ക് എക്സ്പീരിയൻസിൻ്റെ പീരിയഡുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ കുറച്ചും കൂടിയും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ ഇത് ചെയ്തപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കൂടുതൽ വിപുലീകരിച്ച് ക്ലാസ് തലത്തിൽ നടത്താമെന്നുള്ളൊരു കളക്ടറൊക്കെ വന്നതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിരുന്നു. ശരിക്കും വലിയൊരു പ്രോത്സാഹനം ജില്ലാ ഭരണകൂടത്തിന് ഭാഗത്ത് കിട്ടുന്നുണ്ടല്ലേ? ഉണ്ട്.
പഞ്ചായത്തിലും ഒക്കെ നല്ലൊരു തന്നെയാണ്. കളക്ടർ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തത്. PTA ഭാരവാഹിയോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വരുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ ഗുണം ചെയ്യുന്നതാവൂലേ? തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നുണ്ട്. സ്കൂള് പാഠവിഷയങ്ങളിൽ സാധാരണ എല്ലാ മികവുണ്ട്. അതേസമയത്ത് പാഠേതര വിഷയങ്ങൾ മറ്റ് ആക്ടിവിറ്റീസിൽ പലതും നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ കാലത്ത് AI വെച്ചിട്ട് റിയാലിറ്റി ക്ലാസ് സംഘടിപ്പിച്ചിട്ട് ഈ സ്കൂള് ഇതിനൊക്കെ ലോകത്തറിയപ്പെട്ടു. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു വരുന്നുണ്ടോ? ചോദിച്ചു വരുന്നുണ്ട്. നമ്മളതിന് പരസ്യം പരമാവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഗുണമാണ് അത് കിട്ടുന്നത്. എന്നാൽ എംലൈറ്റിൻ്റെത് മൂർക്കനാട് ലൈറ്റ് എന്താ അതിൻ്റെ ഫുൾ ഫോം? എംലൈറ്റ് എന്ന് പറയുമ്പോൾ മൂർക്കനാട് ലൈറ്റ് അല്ലേ? എന്നാൽ നാട് മുഴുവൻ വെളിച്ചം വിതറുകയാണ്. നമുക്ക് ഇവരുടെ ഈ ഒരു സംരംഭം ശരിക്കും പറഞ്ഞാൽ മറ്റ് സ്കൂളുകൾക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇത് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ചെറുതെങ്കിലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം മാത്രമല്ല, ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ സ്കൂൾ തലം മുതൽ തുടങ്ങി വയ്ക്കുന്നത് അവരുടെ ഭാവിക്കും മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒന്ന് തന്നെയാണ്. എന്താണെങ്കിലും മൂർക്കനാട് സ്കൂൾ മറ്റൊരു തരത്തിലും വീണ്ടും മാതൃകയാവുന്നുവെന്ന് സന്തോഷത്തോടെ തന്നെ പറയാം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, News 18.